ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് റാപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ലാബിൽ പോയിട്ട് കാർട്ടൂൺ ആക്കി മാറ്റണം. അപ്പോൾ കാർട്ടൂൺ ആക്കുന്ന ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർട്ടിലും കൊടുക്കാം. ഇനി അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ആ ക്യാൻവ ഓപ്പൺ ചെയ്ത ശേഷം താഴത്ത് ഒരു പ്ലസ് ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട സൈസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കസ്റ്റം സൈസ് എടുത്തിട്ട് അവിടെ വിഡ്ത്തും ഹൈറ്റും അടിച്ചു കൊടുക്കുക. അതായത് 10x10 ആണ് നമുക്കിതിന് വേണ്ടത്. 10x10 അടിച്ചു കൊടുക്കുക. അതിന് മുന്നേ യൂണിറ്റ് ചേഞ്ച് ചെയ്യണം, സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. അത് ചെയ്ത ശേഷം ഹൈറ്റും വിഡ്ത്തും അടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ നേരത്തെ കാർട്ടൂൺ ആക്കി വെച്ചിട്ടുള്ള ഫോട്ടോ ഗാലറി പോയിട്ട് കോപ്പി ചെയ്തിട്ട് ക്യാൻവയിൽ വന്ന് പേസ്റ്റ് ചെയ്യാം. ആ പേസ്റ്റ് ചെയ്യുന്ന പിക്ക് ഏറ്റവും സെൻറ്ററിലാക്കിയിട്ട് ചെറുതാക്കിയിട്ട് കൊടുക്കണം. നമ്മുടെ ചോക്ലേറ്റ് റാപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് നല്ലോണം ഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ കുറച്ച് ചെറുതാക്കി കൊടുക്കണം. ദെൻ നമ്മൾ എലമെൻറ്റ്സ് പോയിട്ട് സ്പ്ലാഷ് എഫക്റ്റ് സെർച്ച് ചെയ്യുക. സ്പ്ലാഷ് എന്ന് സെർച്ച് ചെയ്താൽ അവിടെ കുറേ എഫക്റ്റ് വരും. അപ്പോൾ ഞാനതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എഫക്റ്റാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു യെല്ലോ വരുന്നൊരു ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് സെലക്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും വെച്ചെടുക്കുക. ഒരു ഭാഗത്ത് വെച്ചത് കോപ്പി ചെയ്തിട്ട് താഴോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചെടുത്താൽ മതി. ഇനി അതിൻ്റെ കളർ മാറ്റാൻ ആ സ്പ്ലാഷ് എഫക്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ താഴത്തെ അതിന് കളർ മാറ്റാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തീം ആയതുകൊണ്ട് ഞാൻ പച്ച കളറാണ് അവിടെ കൊടുക്കുന്നത്. മുകളിൽ ഗ്രീന് താഴെയും ഓറഞ്ച് മുകളിലാണ് വരേണ്ടത്. ഞാൻ ഫസ്റ്റ് ഗ്രീന് കൊടുത്തു എന്നുള്ളൂ. കളേഴ്സിൻ്റെ പൊസിഷൻ ഞാൻ മാറ്റി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ട ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ് പോയിട്ട് ഞാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോണ്ടിൽ സെറ്റ് ചെയ്തിട്ട് വെക്കുക. ദെൻ അത് സേവ് ചെയ്യാം. ഫസ്റ്റ് ഇത് A4 സൈസിലാണ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് A3യിലേക്ക് 2 A4 വെച്ച് കൊടുത്താൽ മതി. A4-ലാകുമ്പോൾ ഈ സൈസ് കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. A4 ഡോക്യുമെൻ്റ് എടുത്ത ശേഷം എലമെൻറ്റ് പോയിട്ട് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഈ സ്ക്വയർ ആയിട്ടുള്ളൊരു ഫ്രെയിം വരും. അപ്പോൾ ഒരു A4-ൽ 10x10 നമുക്ക് 6 എണ്ണം വെക്കാം. ഒരു സൈഡിൽ 3 എണ്ണം, മറ്റേ സൈഡിൽ 3 എണ്ണം. അങ്ങനെ 3 എണ്ണം ആക്കിയിട്ട് നമ്മുടെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 6 എണ്ണം കറക്റ്റായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്ലോഡ് ഫയലിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച പിക്ക് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഞാൻ 6 പിക്ക് അതുപോലെ ചെയ്തിക്ക്. അപ്പോൾ ആ 6 എണ്ണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഓരോന്നും ആ സ്ക്വയറിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചെടുക്കുക. 6 എണ്ണം ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം.
ദെൻ എഗെയിൻ ക്രിയേറ്റ് ഡിസൈൻ കൊടുത്തിട്ട് A3 ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച A4 A3യിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. A4ൻ്റെ ഡബിളാണല്ലോ A3, അപ്പോൾ നമ്മൾ 2 A4 ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ A3 സെറ്റ് ചെയ്ത് ഇനി ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പ്രിൻ്റ് എടുത്തിട്ട് ഇത് A3 സ്റ്റിക്കർ പ്രിൻ്റാണ് എടുക്കേണ്ടത്. ഞാൻ ഒരു സൈഡേ എടുത്തിട്ടുള്ളൂ, 6 എണ്ണം മതി എനിക്ക്, അപ്പോൾ അതിനുള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി സൈഡിൽ ഞാൻ എൻ്റെ പേജിന് QR കോഡ് പ്രിൻ്റ് എടുത്താണ്. ദെൻ ഇത് നമ്മൾ ഓരോ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക ആദ്യം. ഞാനിവിടെ ഇപ്പോൾ 6 എണ്ണവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 6 കിറ്റ്കാറ്റും എടുത്തിട്ടുണ്ട്. കിറ്റ്കാറ്റിനാകുമ്പോഴാണ് ഈ 10x10 സൈസ് വരുന്നത് കേട്ടോ. ഇനി ഇതിലും വലിയ ചോക്ലേറ്റൊക്കെ ആകുമ്പോൾ അതായത് ബോണ്ടി, സിൽക്ക് ഒക്കെ നേരെ ഇതിലും വലിയ സൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ചോക്ലേറ്റ് ഇതിലേക്ക്, ഈ സ്റ്റിക്കറിലേക്ക് 2 മെത്തേഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. രണ്ടും ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ കവറോടൊക്കെയാണ് നമ്മൾ വെക്കുന്നത്. കവർ പൊളിക്കാണ്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചിട്ട് നമ്മൾ 4 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ പോർഷൻ അവിടെ വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ചോക്ലേറ്റ് അതിൽ വെച്ചിട്ട് എത്രയാണ് കട്ട് ചെയ്യേണ്ട സൈസ് എന്ന് നോക്കണം. അങ്ങനെ അത് നോക്കിയതിന് ശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആ സെൻറ്ററിൽ മാത്രം ആ ഒരു കവറിങ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ചോക്ലേറ്റ് അതിൽ വെച്ച് റാപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ അടുത്ത മെത്തേഡാണിത്. നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ കവറ് പൊളിച്ചിട്ടാണ് ഇതിൽ റാപ്പ് ചെയ്യുന്നത്. നമ്മളങ്ങനെ റാപ്പ് ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് രണ്ടും കണ്ടില്ലേ, ഫസ്റ്റത്തേത് അത്ര നീറ്റായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ സെക്കൻഡത്തേത് നല്ലോണം നീറ്റായിട്ട് കിട്ടി. ഫസ്റ്റത്തേതിൻ്റെ അവിടെ ഒരു ചുളിവൊക്കെ കണ്ടില്ലേ. നമ്മൾ കവർ റിമൂവ് ചെയ്തതുകൊണ്ട് ഇവിടെ 2 സൈഡിലും നല്ല നീറ്റായിട്ട് കിട്ടിക്ക്. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കവർ റിമൂവ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ 6 ചോക്ലേറ്റും റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമലി ഇതൊരു സിസർ വെച്ചിട്ടാണ് കട്ട് ചെയ്യല്. അതിൻ്റെ പേരാണ് സിഗ്സാഗ് സിസർ.
അതില്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സിസറിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട് താഴത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക.